ഏതായിരുന്നു പഠിച്ചോന്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. സോ ഇന്ന് എ ഡേ ഇൻ മൈ ലൈഫാണ്. എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, കുറേ പേരില്ല കുറച്ച് പേര് ഈ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമെന്ന്. അപ്പോൾ സമയം കിട്ടിയിട്ടില്ല. ഇന്ന് അതിനുള്ള ഒരു ദിവസമാണ്. അപ്പോൾ രാവിലെ തൊട്ട് രാത്രി വരെയുള്ള എൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ നമുക്കൊന്ന് കണ്ടുവന്നാലോ. രാവിലെ തന്നെ എന്നേക്കാൾ നേരത്തെ എണീക്കുകയാണ്. കാരണം 5:30 മണിയാകുമ്പോൾ എണീച്ച് ജിമ്മിന് പോകും. അത് കഴിഞ്ഞ് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കളിച്ചിട്ടാണ് ഞാൻ എണീക്കുക. ഒന്നാമത് രാത്രി ഉറക്കം ഇങ്ങോട്ട് പ്രോപ്പർ ആവാറില്ല. ഇടയ്ക്കിടയ്ക്കുള്ള ഈ യൂറിൻ പാസ് ചെയ്യുന്ന ബുദ്ധിമുട്ടും പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള ഇടവേദനയും പെയിനും ഉറക്കില്ലായൊക്കെ കാരണം ഞാൻ കുറച്ച് ലേറ്റാവും ഉറങ്ങാൻ തന്നെ. ഒക്കെ പോയി ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ എണീക്കും കേട്ടോ, സുബി നിസ്കരിക്കാനുള്ളതുകൊണ്ട്. ലേറ്റ് ഏതായിരുന്നു പഠിച്ചോന്. അത് കഴിഞ്ഞാൽ കണ്ണാടി നോക്കി കുറച്ച് കോപ്രായക്കളി കളിക്കൽ എനിക്ക് സ്ഥിരമുള്ളതാണ്. ഇന്ന് കയ്യിൽ ക്യാമറ കൂടി എക്സ്ട്രാ ഉണ്ടെന്നുള്ളൂ. അങ്ങനെ പ്രഷൊക്കെ കഴിഞ്ഞ് പിന്നെ അതാ നിസ്കരിക്കാൻ വേണ്ടി പോയി. ഞാൻ എണീച്ച് ഫ്രഷായി നിസ്കാരമൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത് വെള്ളം കൂടിയാണ്. ഇത് ഞാൻ ഈ ഒരു സമയത്ത് മാത്രമല്ല കേട്ടോ ചെയ്യുന്നത്. ഞാൻ ആദ്യം മുതലേ ചെറുപ്പം തൊട്ടേ എൻ്റെ രാവിലെ വെള്ളം കുടിക്കാൻ എന്നെ ഉപ്പ എന്നെ നിർബന്ധിക്കാറുണ്ടായിരുന്നു. അന്നൊക്കെ എനിക്ക് കുടിക്കാൻ ഭയങ്കര പണിയായിരുന്നു ഉപ്പ പറയുന്ന സമയത്ത്. പിന്നെ 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 രാവിലെ വെള്ളം കുടിക്കാതെ വേറെ ഒന്നും കഴിക്കാൻ ഇഷ്ടമല്ലാണ്ടായി. ഇപ്പോൾ ദാ ഈ പ്രഗ്നൻ്റ് ആയതിനു ശേഷവും നന്നായിട്ട് ഞാൻ രാവിലെ വെള്ളം കുടിക്കും. എല്ലാവരും ഈ പ്രഗ്നൻസി സമയത്ത് എന്തായാലും രാവിലെ വെള്ളം കുടിക്കണം. നമ്മുടെ ശരീരം നന്നായിട്ട് ഹൈഡ്രേറ്റ് ആക്കി വെക്കുക എന്നത് നമ്മുടെ ആവശ്യമാണ്. അപ്പോൾ നമുക്ക് വെള്ളം കുടിക്കാം. 1 ലിറ്ററിൻ്റെ ബോട്ടിലാണ് കേട്ടോ ഞാൻ വെള്ളം കുടിക്കാറ്. രാത്രി കുപ്പി നിറച്ച് വെച്ചതാണ്. ഇപ്പോൾ ദാ ഇത്രയായി. അവസാനമുള്ള കുറച്ച് എന്താ പറയുക, ഈ രാത്രി ഉറക്കില്ലായ്മയും കുറച്ചുള്ള ബുദ്ധിമുട്ടൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് പെയിൻ വന്ന് പോയാൽ മതി എന്നാണ് എൻ്റെ മനസ്സിലും. അപ്പോൾ എല്ലാവരും ദുആ ചെയ്യുക പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാൻ. ഇന്ന് രാവിലെ എണീച്ചപ്പോൾ ചെറുതായിട്ടൊരു തൊണ്ടവേദന ഒക്കെ ഉണ്ട്. ഇന്നലെ കുറച്ച് തുമ്മലും ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം എൻ്റെ സൗണ്ടിന് ചെറിയ മാറ്റം ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ രാവിലെ ഇപ്പോൾ 5:30 ആകുമ്പോൾ എണീച്ച് ജിമ്മിന് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ വരാനൊരു 7 മണിയൊക്കെ എന്തായാലും ആവും. അപ്പോൾ അതുവരെ ഞാൻ കുറച്ച് കിടക്കും. ഇക്ക വന്നിട്ടാണ് ഞാൻ കിച്ചണിലോട്ട് പോയി ഇക്കക്ക് എന്തോ ചായയൊക്കെ ആക്കി കൊടുക്കാറ്. അപ്പോൾ അതുവരെ നമുക്ക് കുറച്ച് നേരം കിടക്കാം. റെഡി കിട്ടിയോ? കിട്ടി. പിന്നെ രാവിലെ ഞാൻ പത്തിരി ആയില്ലെങ്കിൽ ഇക്കാക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. ജിമ്മിന് പോയി വന്നാൽ നല്ല വിശപ്പായിരിക്കുമല്ലോ. അപ്പം ഞാൻ റൊട്ടിൻ്റെ ഉള്ളിൽ ഇതാ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒരു തട്ടിക്കൂട്ടി പരിപാടി ഞാൻ ചെയ്തു കൊടുക്കും. രാവിലെ ഞാൻ ചായ കുടിക്കൽ പൊതുവേ കുറവാണ്. വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ പത്തിരി ആയിട്ടാണ് ഞാൻ പത്തിരിയും കറിയും കഴിക്കാറ്. പക്ഷേ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ ജലദോഷവും കഫക്കെട്ടൊക്കെ ഉണ്ടായതുകൊണ്ട് തൊണ്ടവേദന ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ചൂടുള്ള എന്തെങ്കിലും കുടിച്ചാൽ ആ തൊണ്ടവേദനക്ക് നല്ല മാറ്റം ഉണ്ടാകുമല്ലോ. ഓ പക്ഷെ അത് പറയില്ല, ഞാൻ ജിമ്മിൽ പോണ് ഫുഡ് കഴിക്കാനാണ്. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാലോ. തടി കുറഞ്ഞില്ലേലും കുഴപ്പമില്ല, കൂടാണെന്നാണ്. ജലദോഷം വന്നിട്ട് 3 കിലോ ഫുഡ് കഴിച്ചിട്ട് ഞാൻ എന്താ വെച്ചാൽ 6 നേരത്തെ ഞാൻ കഴിച്ചിട്ട് ഭക്ഷണം വന്ന് 3 ദിവസം. ഈ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങളൊരു കുറച്ച് നേരം പോയി കിടന്ന് അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ രാവിലത്തെ പത്തിരിയും കറിയും ഞങ്ങൾ കഴിച്ചത്. ചിക്കൻ കറിയും പത്തിരിയും ആയിരുന്നു. പിന്നെ അങ്ങോട്ടാണ് മക്കളെ എൻ്റെ കലാപരിപാടികൾ തുടങ്ങുന്നത്, ക്ലീനിങ്. അപ്പം നമ്മുടെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത എൻ്റെ പരിപാടി റൂം ക്ലീനിങ് ആണ്. ഞാൻ എന്തായാലും ഒരു 3 ആയി പറഞ്ഞ മാറി ഒരു 3-4 ഡേയ്സ് കഴിയുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്തായാലും ബെഡ്ഷീറ്റ് മാറ്റും. പില്ലോ പ്രത്യേകിച്ച് കാരണം എനിക്ക് ചെറിയൊരു അലർജിന്റെ പ്രശ്നമൊക്കെ ഉണ്ടായതുകൊണ്ട് എന്തായാലും നമ്മുടെ ഹെയറിലുള്ള താരനൊക്കെ ഈ ഒരു പിലോയിലേക്ക് വരുന്നതുകൊണ്ട് ഞാൻ എന്തായാലും മാക്സിമം 3 ഡേയ്സ് അല്ലെങ്കിൽ 4 ഡേയ്സ് അതിൻ്റെ ഇടയിൽ ഞാൻ മാറ്റും. നമുക്ക് വീതി മാറ്റാം.
എൻ്റെ സൗണ്ടിന് ചെറിയ പ്രശ്നം ഉണ്ടാവും. കുറച്ച് ഒരു തൊണ്ടവേദന ഉണ്ട്, ജലദോഷവും കഫക്കെട്ടൊക്കെ ഉണ്ടായതുകൊണ്ട്. ഇതിന്റെ അടിയിൽ ഞാനൊരു കവറ് ഇടലുണ്ട്. കവറ് ഞാൻ വാഷ് ചെയ്തിട്ടതാണ്. അത് നമുക്കിപ്പോൾ നോർമൽ വിരി ഇതിന്റെ മുകളിൽ ഇരിക്കാം. പറയാം. ഇപ്പോഴാണ് എനിക്കൊരു ഓർമ്മ വന്നത്. എൻ്റെ രാവിലെ കാൽസ്യത്തിന് ഗുളിക ഞാൻ കുടിച്ചില്ല. എന്നും എനിക്ക് ആരെങ്കിലും ഒരാൾ ഓർമ്മയാക്കി തരാണ്ട് ആ ഗുളിക ഞാൻ കുടിക്കാറില്ല. ഇപ്പതാ ഇന്ന് ആദ്യമായിട്ടാണ് എനിക്ക് സ്വയം ഓർമ്മ വന്ന് നമുക്ക് കുടിക്കാം. കാൽസ്യം രാത്രിയും കാൽസ്യം രാവിലെയും അയണ് രാത്രിയുമാണ് ഞാൻ കുടിക്കാറ്. നമുക്കിവിടെ ജസ്റ്റ് ഫുള്ളൊന്ന് അടിച്ചു വാരണം. ഇതൊന്ന് വാഷ് ചെയ്യാൻ വാഷിംഗ് മെഷീനിൽ കൊണ്ടുപോയിട്ടണം. അപ്പൊ നമ്മുടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 11 മണി 12 മണിയാകുമ്പോൾ എന്തേലും ഒന്ന് കുടിക്കുകയാണ്. പാലോ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ജ്യൂസോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഐറ്റം. ഈ ഇടയിലുള്ള ഒരു വിശപ്പിന് ഉച്ചക്ക് ചോറിന്റെ മുമ്പ് ഒരു പരിഹാരമാണല്ലോ. അപ്പൊ ഞാൻ വെറുതെ ഇരുന്ന് കുഴങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ കുളിക്കാൻ പോവാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ഒരാളെ ഹോസ്പിറ്റലിൽ കാണാനും പോകാനുണ്ട്. പിന്നെ നല്ല വിശക്കുന്നുണ്ട്. ഇപ്പൊ ഉച്ച ആയതുകൊണ്ട് ഫുഡും കഴിക്കണം. അപ്പൊ ഞാൻ കുളിച്ചിട്ട് വരാം. അപ്പൊ ഇന്ന് ഉച്ചത്തെ ഫുഡ് എന്താണെന്ന് നമുക്ക് കാണാം. ക്യാരറ്റ് ഉണ്ട്. ഈ ക്യാരറ്റും ബീട്രൂട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കഴിക്കാൻ. പിന്നെ നല്ല കർമൂസ തേങ്ങ അരച്ച് ചാറ് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് മീൻ പൊരിച്ചത്, അയില പൊരിച്ചത് ഉണ്ടോ. പിന്നെ ചോറും. നമുക്ക് ചോറുണ്ടോ? ഇന്ന് ഫുഡ് കഴിക്കുമ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. ടൈം ഇപ്പോൾ 3 മണിയായിട്ടുണ്ട്. ഞങ്ങൾ 4 മണിയാകുമ്പോഴാണ് ഹോസ്പിറ്റലിലേക്ക് പോകാൻ വിചാരിക്കുന്നത്. എൻ്റെ ഉമ്മയും അനിയത്തിയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ മാറ്റിയിട്ട് വേണം, അവരെ പോയി കൂട്ടിയിട്ട് വേണം ഹോസ്പിറ്റലിലേക്ക് പോകാൻ. അപ്പം നമ്മൾ പോവുകയാണ്. വീട്ടിൽ പോയി ഉമ്മനെ കൂട്ടണം. എൻ്റെ ഇത്താത്തൻ്റെ ഉപ്പ, ഹസ്ബൻഡിൻ്റെ ഉപ്പക്ക് ചെറിയൊരു ആക്സിഡൻ്റ് ആണ്. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. വാരിയലിന് ചെറിയൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ക്യാമ്പ് സിറ്റി ഹോസ്പിറ്റലിലാണ്. ഇപ്പോൾ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞ്. അങ്ങനെയാണ് ഞങ്ങൾ കാണാൻ പോകുന്നത്. അങ്ങനെ അവിടെ എത്താൻ നേരത്ത് അവിടെ അടുത്തുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഫ്രൂട്ട്സൊക്കെ വാങ്ങി ഞങ്ങളിതാ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. കോമഡി എന്താണെന്ന് വെച്ചാൽ അളിയനെ വിളിച്ച് ഫ്ലോർ ഏതാണെന്ന് ചോദിച്ചപ്പോൾ 4ാമത്തെ ഫ്ലോറാന്ന് പറഞ്ഞ്. അളിയൻ പറഞ്ഞ് ലിഫ്റ്റ് ഉണ്ടെന്ന്. പക്ഷേ 2 മരക്കട്ടക്ക് നിന്നിട്ട് പറഞ്ഞ് കോണി കയറിയാൽ മതി. എനിക്ക് വേണ്ടിയിട്ടാട്ടോ. ഇപ്പോൾ ലാസ്റ്റ് ടൈം ആയല്ലോ, കോണി കയറിയിട്ട് പെയിന് വരട്ടെ എന്ന് പറഞ്ഞ്. പിന്നെ ഉപ്പനൊക്കെ കണ്ടു. ഞങ്ങൾ വീഡിയോ ഒന്നും എടുത്തില്ല. കുഴപ്പമൊന്നുമില്ല. കുറച്ച് ദിവസം കൂടി എന്തായാലും ഹോസ്പിറ്റലിൽ നിൽക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. മഗ്‌രിബായിട്ടുണ്ട് കേട്ടോ എത്തുമ്പോൾ തന്നെ. അപ്പം നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഒരു ചായ കാച്ചി കുടിക്കാമല്ലോ എന്ന് വിചാരിച്ച് അടുക്കളയിലേക്ക് വന്നതാണ്. എനിക്ക് അതേ അങ്ങനെയാണ് കേട്ടോ. കുറച്ച് തലവേദന വന്നാലോ എന്തെങ്കിലും ഒരു ക്ഷീണം ഉണ്ടെങ്കിലും ഒരു ചായ പറന്ന് കുടിച്ചാൽ എൻ്റെ എല്ലാ ക്ഷീണവും മാറും. വൈകുന്നേരമായി കഴിഞ്ഞാൽ ഒരു ചായ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സുഖം ഒന്നിനും ഉണ്ടാകാം. നമ്മൾ കുറച്ച് ജലദോഷമൊക്കെ ഉണ്ടായതുകൊണ്ട് കുറച്ചൊരു ക്ഷീണമുണ്ട്. നമുക്ക് ഹോസ്പിറ്റലിൽ പോയി കുറച്ച് ലോങ്ങാണ് ക്യാമ്പ് സിറ്റിയിൽ. അപ്പോൾ അവിടെയൊക്കെ പോയിരുന്നപ്പോൾ നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ ഞാൻ ചായ കുടിക്കട്ടെ, നമുക്ക് ബാക്കി വിശേഷങ്ങൾ പറഞ്ഞു. പിന്നെ ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ എനിക്കൊരു പരിപാടി ഉണ്ട്. ഫോണിൽ കളിച്ചുകൊണ്ട് മിച്ചർ തിന്ന്. ഇതാരും അനുകരിക്കരുത് കേട്ടോ. മീൻസ് അനുകരിക്കരുതെന്ന് പറഞ്ഞത് ഈ ഗർഭിണികൾ ലാസ്റ്റ് ആയാലോ കേട്ടോ. എനിക്കിനാകെ 10 ഡേയ്സേ ഉള്ളൂ. ഈ പരിപാടി പിന്നെ എനിക്ക് ഭയങ്കര പൂതിയാണ് ഇങ്ങനെ മിച്ചറൊക്കെ ഇങ്ങനെ എടുത്ത് കുറച്ച് കഴിക്കാൻ. അതിൽ കഴിക്കുന്നതാണ് കേട്ടോ. കുറേ ഒന്നും ഞാൻ കഴിക്കൂല. ഞാൻ ഇപ്പം പുറത്ത് പോയി ഇനിയിപ്പോൾ കുറച്ച് കൈയൊക്കെ വരാം. ഇന്ന് ഫുള്ള് പുറത്ത് പോകാത്തതും കൊണ്ട് ഫ്രണ്ട്സിനൊപ്പം പോയി ഫുഡൊക്കെ കഴിച്ചിട്ടോട് വരും എന്നോട് പറഞ്ഞത്. അപ്പോൾ എനിക്കിന്ന് കുറേ പണിയുണ്ട്. രാത്രി ആയതുകൊണ്ട് ഒരു 1/2-3/4 മണിക്കൂർ നടക്കണം. ഇപ്പം ഇന്ന് കുറച്ച് ഭയങ്കര ക്ഷീണം എനിക്ക്. പോയി വന്നതും
ചെറുതായിട്ട് ജലദോഷമൊക്കെ വന്നിട്ടുണ്ട്, മൂക്കൊക്കെ അടിഞ്ഞപ്പോൾ ജലദോഷത്തിൻ്റെ ക്ഷീണം കൂടി ആയിരിക്കും. ഒന്ന് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് നമുക്കൊന്ന് നടക്കാനൊക്കെ പോകണം. ആ ഡയലോഗ് അടിച്ച് പോയി കിടന്ന ആള് 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ എണീക്കുന്നത്. ഫുഡായപ്പോൾ ഉമ്മ വിളിച്ചതാണ്, നല്ല ചപ്പാത്തി മുട്ട റോസ്റ്റൊക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അതൊക്കെ കഴിച്ചിരിക്കുമ്പോൾ ഇക്ക വന്നു. നമ്മുടെ ജിമ്മിൽ പോകുന്ന മഹാൻ വെള്ളത്തിലിട്ട് കൊടുക്കും ഗൈസ്. ഞാൻ വിചാരിച്ച കുപ്പി വാങ്ങിയ സമയത്ത് ഫസ്റ്റ് 2 ദിവസത്തോളം ഇടും, പക്ഷെ നല്ല മോനാ. ഇപ്പോൾ 2 മാസത്തോളമായി ഇത് ഇവിടുന്ന് കുടിക്കുന്നുണ്ട് അല്ലേ. നല്ലോണം കഴുകി ചൂടുവെള്ളത്തിലിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെച്ച് ഇപ്പോൾ 2 മണിക്കൂറൊക്കെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടാട്ടോ കഴിക്കുന്നത്. അപ്പോൾ ഇതാ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇനി ഇതാ നടക്കലൂടി കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി ഇവിടെ കഴിയും. എൻ്റെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇപ്പോൾ സമയം 9 മണിയായി. ഇനി ഒരു 1/2 മണിക്കൂറോളം എനിക്ക് നടക്കണം. ഞാൻ നടന്നു വരാം. രാവിലെയും രാത്രിയും ഞാൻ 1/2 മണിക്കൂർ ഇന്ന് നടക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ 9th മന്ത് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷമാണ് അങ്ങനെ ഒരു 2 നേരം ഞാൻ നടക്കൽ തുടങ്ങി. ഏറ്റവും കൂടെ സംഭവം കുഴങ്ങിപ്പോവും. അപ്പോൾ 1/2 മണിക്കൂർ ഞാൻ നടന്ന് കുഴങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് എടുത്ത് പിന്നെ ഒരു 10 മിനിറ്റ് കൂടി ഞാൻ നടന്ന്. അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ കംപ്ലീറ്റ് ആയി. ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ഫസ്റ്റായിട്ടാണ് വീഡിയോ ചെയ്യുന്നത്, കുറച്ച് ആൾക്കാരുടെ റിക്വസ്റ്റ് പ്രകാരം. അപ്പോൾ രാവിലെ തൊട്ട് ഇതുവരെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെയോ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു, നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.